ചിന്തിച്ച ദൈവത്തിൻ്റെ കുടുംബം, ഫാമിലി ഓഫ് ഗാഡ്, നമ്മുടെ ഈ ആഴ്ചത്തെ ചിന്തയ്ക്കായിട്ടുള്ള ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ കുടുംബം, നാം ദൈവത്തിൻ്റെ ഭവനക്കാർ, ആ വിഷയത്തെക്കുറിച്ചാണ്. ഇന്നലെ അല്പമായി ഭവനത്തിൻ്റെ തലവേദനയാകുന്ന ദൈവത്തെക്കുറിച്ച് അല്പം ചിന്തിപ്പാനിടയായി. എന്നാൽ ഇന്ന് ഈ വലിയവനായ ദൈവം ഈ ഭവനത്തിൻ്റെ പ്രോഗ്രാം എപ്പോഴാണ് ആരംഭിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കാം. അതിനുവേണ്ടി 1 കൊരിന്ത്യർ 2:6 മുതൽ 16 വരെ, ഫസ്റ്റ് കൊരിന്ത്യർ 2 का 1 कोरिन्थी 2 का 6 से 16 तक, 1 कोरिन्थी 2 का 6 से 16 तक, फर्स्ट कोरिन्थियंस chapter 2 verse 6 to 16. 1 കൊരിന്ത്യർ 2:6 മുതൽ 16 വരെ വായിച്ചാട്ട്. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാൽ അല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകന്മായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമില്ല. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവൻ അവനെ ഗ്രഹിപ്പിക്കാകുന്നവൻ ആർ? നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു. കർത്താവേ, ഈ രാവിലെ സമയം വീണ്ടും നിൻ്റെ പാദപീഠത്തിൽ വന്ന് നിൻ്റെ വചനം പഠിക്കുവാൻ ഞങ്ങൾക്കൊരുക്കിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നീയാണ് ഞങ്ങളുടെ അധ്യാപകൻ. എന്നെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും നീ പഠിപ്പിക്കണമേ. നിൻ്റെ വചനം ഗ്രഹിപ്പാൻ ആരുടെയെങ്കിലും ഹൃദയം തടയപ്പെട്ടിരിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ ഹൃദയങ്ങൾ തുറക്കപ്പെടുമാറാകട്ടെ. നിൻ്റെ വചനം ഗ്രഹിച്ച് നിന്നിൽ സന്തോഷിപ്പാൻ ഞങ്ങൾക്കിടയാക്കണമേ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറിഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ഈ വാക്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ ആരംഭം, ദൈവം തൻ്റെ ഭവനത്തെക്കുറിച്ച് നിശ്ചയിച്ച പ്ലാൻ ഇന്നോ ഇന്നലെയും അല്ല. ലോകസ്ഥാപനത്തിന് മുൻപേ, അഥവാ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ തൻ്റെ ഭവനത്തെക്കുറിച്ചുള്ളതായ ഒരു നല്ല പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാനിനനുസരിച്ചാണ്
ദൈവം ലോകത്തിൻ്റെ സൃഷ്ടി തന്നെ ആരംഭിച്ചത്. അത് ഈ ലോകത്തിലുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ ആഴങ്ങൾ ഇവിടെ നാം ആകെ വായിക്കുമ്പോൾ അതിൻ്റെ 10-ാം വാക്യം മുതൽ വായിക്കും. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, കർത്താവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ദൈവത്തിൻ്റെ ആഴങ്ങൾ എന്ന് നാം പറയുമ്പോൾ ദൈവവചനത്തിൽ പല ഭാഗങ്ങളിൽ മർമ്മമായി പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ ആത്മാവിൻ്റെ സഹായത്തോടുകൂടെ മാത്രമേ ആ മർമ്മമായ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. അതെന്തുകൊണ്ട് ദൈവം മർമ്മമായി വച്ചിരിക്കുന്നു? ആഗ്രഹമുള്ളവർക്ക്, ദാഹമുള്ളവർക്ക്, ഈ വചനം ഗ്രഹിപ്പാൻ വിശപ്പുള്ളവർക്ക് അത് വെളിപ്പെടട്ടെ. അതുകൊണ്ടാണത് മർമ്മമായി വച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ ആഴങ്ങളായി വച്ചിരിക്കുന്നത്. എന്നാൽ അതിന് ഓരോ വചനത്തിനും ചേർന്ന് തക്കതായ തുണയായി വചനങ്ങളും കൊടുത്തിട്ടുണ്ട്. ആ വചനങ്ങൾ ചേർത്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. വലിയവനായ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചതും ഇത്രയും ആൾക്കാർക്ക് ജനിക്കുവാനുള്ളതായ അവസരം കൊടുത്തതും എല്ലാം തൻ്റെ പ്രത്യേക കുടുംബത്തിൻ്റെ പ്ലാൻ അനുസരിച്ചായിരുന്നു. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്ലാനല്ല. ലോകസ്ഥാപനത്തിന് മുൻപ്, ഇവിടെ നാം വായിക്കുമ്പോൾ ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ ഞങ്ങൾ മർമ്മമായി പ്രസ്താവിക്കുന്നു. ലോക സൃഷ്ടിക്ക് മുൻപേ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്നതായ മർമ്മം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇതിനെക്കുറിച്ച് വേറൊരു വിധത്തിൽ പറയുന്നുണ്ട്. സഭ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നുണ്ട്. അതും ഞാൻ പിന്നെ വിവരിക്കുന്നതാണ്. സഭ, അതോടുകൂടെ ദൈവത്തിൻ്റെ കുടുംബം, ഇത് രണ്ടിൻ്റെയും ഉദ്ദേശം എന്താണ്, രണ്ടും ഒന്നാണോ രണ്ടും രണ്ടാണോ എന്ന് വ്യക്തമായി നമ്മൾക്ക് വചനത്തിൽ കൂടെ ചിന്തിപ്പാൻ കഴിയും. ഇവിടെയും എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ 3-ന്റെ 1 മുതൽ 6 വരെ ഒന്ന് വായിച്ചാട്ട്. എഫേസ്യ ലേഖനം 3-ന്റെ 1 മുതൽ 6 വരെ. എഫേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 1 to 6. അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തു യേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്കും ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകേണം എന്നുള്ളത് തന്നെ. ആദ്യമായി എഫേസ്യ ലേഖനം 2:19 അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നമ്മൾ ദൈവത്തിൻ്റെ ഭവനക്കാരായി തീർന്നു. എന്നാൽ എഫേസ്യ ലേഖനത്തിൽ വരുമ്പോൾ നാം ഏക ശരീരസ്ഥരായിത്തീരുന്നു. അപ്പോൾ ഭവനത്തിൻ്റെ അംഗങ്ങളേക്കാൾ ഒന്നുകൂടെ കൂടിയായ ഒരനുഭവം, ഏക ശരീരസ്ഥരായി തീരുക. അതിനെക്കുറിച്ച് ഈ ഭവനത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് തുടരുമ്പോൾ ആ ഭാഗത്തിലേക്ക് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതിൻ്റെ എഫേസ്യ ലേഖനം 3:9 കൂടെ ഒന്ന് വായിച്ചാട്ട്. എഫേഷ്യൻസ് 3:9 3:9 ഒന്ന് വായിച്ചാട്ട്. എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും 3:9 വായിക്കുന്നത്. സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ
അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. ഇനി അതിൻ്റെ 10 കൂടെ വായിച്ചാട്ട്. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. ദൈവത്തിൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടന്ന മർമ്മം അതിനു മുൻപ് ആർക്കും അത് വെളിപ്പെട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ സഭ മുഖാന്തരം അത് വെളിപ്പെടുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അതോടുകൂടെ കൊലോസിയ ലേഖനത്തിലേക്ക് വന്നാട്ട്. കൊലോസിയ ലേഖനം 1:26 വായിച്ചാട്ട്. കൊലോസിയൻസ് 1:26. കൊലോസിയ ലേഖനം 1:26. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അത് പൂർവ്വകാലങ്ങളിലുള്ളവർക്ക് ഇത് മറഞ്ഞു കിടന്ന മർമ്മമായിരുന്നു എന്ന് പറഞ്ഞാൽ ആദമിന് ഇത് മനസ്സിലായിരുന്നില്ല, നോഹയ്ക്ക് ഇത് മനസ്സിലായിരുന്നില്ല, അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്ന അബ്രഹാമിന് ഇത് മനസ്സിലായിരുന്നില്ല, മോശയ്ക്ക് ഇത് മനസ്സിലായിരുന്നില്ല, ഏലിയാവിന് ഇത് മനസ്സിലായിരുന്നില്ല, യേശുവിന് സ്നാനം കൊടുത്തതായ യേശുവിനെ സ്നാനം കഴിപ്പിക്കുവാനായി വന്ന യോഹന്നാൻ സ്നാപകന് പോലും ഈ മർമ്മം വെളിപ്പെട്ടു വന്നില്ല. നാം എത്ര ശ്രേഷ്ഠന്മാരായി വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഈ ഭൗതിക കാര്യങ്ങൾക്കും ലോകത്തിലെ പേരുമൊക്കെ വരാൻ നിങ്ങൾക്ക് അല്പം പോലും ആഗ്രഹമുണ്ടാകയില്ല. നിങ്ങളുടെ വിളി മനസ്സിലായി കഴിഞ്ഞാൽ ഈ ലോകത്തിലെ സമ്പത്തും ധനവും പേരുമെല്ലാം വെറും ചപ്പും കുപ്പയുമാണെന്ന് തന്നെ നിങ്ങൾക്ക് വാസ്തവമായി മനസ്സിലാകും. എൻ്റെ മുൻപിൽ കോടിക്കണക്കിന് സ്വത്തുക്കളുമായി അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ വന്നു. അതെല്ലാം വെറും കുപ്പയായി എണ്ണി തിരിഞ്ഞു നോക്കാൻ പോലും എനിക്ക് മനസ്സുണ്ടായിരുന്നില്ല. കാരണം എന്നെ ദൈവം വിളിച്ചതായ ഉന്നത വിളിയുടെ രഹസ്യം പരിശുദ്ധാത്മാവിൽ കൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ കർത്താവ് കൃപ നൽകി. ഇന്ന് അനുഗ്രഹത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പുറകെ ആളുകൾ പോകുവാനുള്ള കാരണം, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പുറകെ ആളുകൾ ഓടിപ്പോകാനുള്ള കാരണം വചനം ഗ്രഹിക്കാത്തത് കൊണ്ടാണ്. ഞാൻ ആരെയും താഴ്ത്തി പറയുകയല്ല. ഇന്ന് ദൈവവചനത്തിൽ ഡോക്ടർമാരായും PhD എടുത്തവരൊക്കെ ഉണ്ട്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഈ ദൈവവചനത്തിൻ്റെ നേഴ്സറി ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോലും ഈ ലോകത്തിൽ യോഗ്യരായ ഒരുത്തരുമില്ല. ഞാനും ഈ നേഴ്സറി ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഇത് സയൻസോ ഇംഗ്ലീഷോ മാത്തമാറ്റിക്സോ ആയിരുന്നെങ്കിൽ ഡിഗ്രി എടുക്കാമായിരുന്നു. എന്നാൽ ദൈവവചനത്തിന് ഡിഗ്രി എടുക്കാൻ യോഗ്യരായ ഒരു മനുഷ്യരും ഈ ഭൂമിയിലില്ല, ഒരുത്തരുമില്ല. ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ പരിശുദ്ധാത്മാവാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ഈ ഇന്നോടത്തെ കോളേജുകളോ, അതല്ല, കോളേജുകളെല്ലാം നല്ലതാണ്, വചനം പഠിക്കുന്നത് നല്ലതാണ്. എന്നാൽ ആ വചനം പഠിച്ച ശേഷം എനിക്ക് ദൈവവചനം അറിയാമെന്ന് പറഞ്ഞ് പോയി നടക്കുന്ന മൂഢത്വം. ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ പാസ്റ്റേഴ്സിന് കോൺഫറൻസ്, വലിയ പാസ്റ്റേഴ്സ് കോൺഫറൻസ്, 2000-ലധികം പാസ്റ്റർമാരുണ്ട്, കർത്താവിൻ്റെ ദാസന്മാരുണ്ട്, വെള്ളക്കാർ. അവർക്ക് അപ്പോൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനായി അവർ സ്റ്റേജിലായിട്ട് അതിന് മുൻപ് അതിൻ്റെ എന്നെ വിളിച്ച പ്രാസംഗികന്മാരെല്ലാം കൂടെ വിളിച്ചു പറഞ്ഞു, എന്നെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഡോക്ടർ സാമുവേൽ വന്ന് വചനം പഠിപ്പിക്കുമെന്ന് പറഞ്ഞു, വചനം പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. ഞാനുടനെ സ്റ്റേജിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് സ്റ്റെതസ്കോപ്പ്, ഒരാളുടെ ടെമ്പറേച്ചർ എടുക്കാൻ പോലും, പനിയുടെ ടെമ്പറേച്ചർ എടുക്കാൻ പോലും എനിക്ക് അറിഞ്ഞുകൂടാ.
സ്റ്റെതസ്കോപ്പ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, എനിക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു മെഡിക്കൽ ഡോക്ടറല്ല, വചനത്തിൻ്റെ ഡോക്ടർ. ഞാൻ പറഞ്ഞു വചനത്തിൻ്റെ ഡോക്ടർ, ഞാൻ ഇന്നൊരു ശിശുവിനെ പോലെ ആ മഹാസമുദ്രത്തിൽ നിന്ന് ഓരോ സ്പൂണ് കോരി കുടിച്ചുകൊണ്ടിരിക്കുക. ആ വലിയ മഹാസമുദ്രമാകുന്ന ദൈവവചനത്തിൽ നിന്ന് ഓരോ സ്പൂൺ ഇങ്ങനെ കോരി കുടിച്ചുകൊണ്ടിരിക്കുക. ഇന്നും ഏറ്റവും താണ ക്ലാസ്സിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ചിലർ 2 ഡോക്ടറേറ്റ് 3 ഡോക്ടറേറ്റ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ മൂഢന്മാരാണ്. അത് ഞാൻ പറയും നിങ്ങൾ തന്നെ ചിന്തിച്ചോളാൻ പറഞ്ഞു. ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം വചനം പഠിച്ചു. ഞാൻ ഇന്നും വചനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ആ ഏറ്റവും താഴത്തെ ക്ലാസ്സിലാണ് ഞാൻ, ഏറ്റവും താഴത്തെ ക്ലാസ്. ആ നേഴ്സറി, നമ്മുടെ സ്കൂളുകളെ പറയുമ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് ലോവർ KGയുടെയും താഴെയാണ് നേഴ്സറി ക്ലാസ്. ആ നേഴ്സറി ക്ലാസ്സിലിരുന്ന് ഞാൻ വചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അനുഗ്രഹത്തിൻ്റെ പുറകെയും അത്ഭുതങ്ങളുടെ പുറകെയും പോകുന്നതിൻ്റെ കാരണം വചനമറിയാത്തത് കൊണ്ടാണ്. ദൈവവചനം ഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ ദാസന്മാർ എങ്ങനെയെങ്കിലും ആൾക്കൂട്ടം കൂടണം എന്നുള്ള നിലയിൽ ഞാൻ കഴിഞ്ഞ വർഷം തിരുവല്ലായിൽ വന്നപ്പോൾ തിരുവല്ലായിൽ യോഗം നടത്തി കഴിഞ്ഞ് പോയപ്പോൾ അതിനെക്കുറിച്ച് മരിപ്പച്ചയിലുള്ള എഡിറ്റർ സാം ചാക്കോ സഹോദരൻ എഴുതിയിരുന്നു. AM സാമുവേൽ മുൻപ് യോഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എത്രയോ 10,000-ങ്ങളാണ് പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹം എഴുതിയിരുന്നത്, ഞാൻ ബാലനായിരുന്നപ്പോൾ ഞങ്ങൾ വിളക്കും കത്തിച്ചുകൊണ്ട് യോഗങ്ങൾക്ക് പോകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ തിരുവല്ല സ്റ്റേഡിയത്തിൽ വന്ന് യോഗം നടത്തിയപ്പോൾ വെറും എണ്ണാൻ ഉള്ള 100 പേരോ അതിൽ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം എത്രമാത്രം വീഴ്ത്തപ്പെട്ടു എന്ന് നിങ്ങൾ ചിന്തിക്കുകയും എന്ന് അദ്ദേഹം എഴുതി. അപ്പോൾ ആദ്യകാലങ്ങളിൽ 10,000-ങ്ങളാക്കിയ ആളുകൾ വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ AM സാമുവേൽ വന്നപ്പോൾ 100 പേരിൽ അദ്ദേഹം എഴുതിയിരുന്നത് 100 പേര് അങ്ങനെ ഒരു വാചകമാണ് എഴുതിയിരുന്നത്. 10,000-ങ്ങൾ വന്നു. ഇപ്പോൾ വിരളയിൽ എണ്ണാനുള്ള ആളുകളെ വന്നുള്ളൂ. അപ്പോൾ അത്രമാത്രം വീഴ്ത്തപ്പെട്ടു പോയല്ലോ എന്നാണ് അദ്ദേഹം എഴുതിയിരുന്നത്. അപ്പോൾ ആ വാക്യം വായിച്ചപ്പോൾ, ആ മാസിക വായിച്ചപ്പോൾ ഞാൻ വളരെ സന്തോഷിപ്പാനിടയായി. എനിക്ക് സന്തോഷം വന്നത്, കർത്താവെ, ഞാൻ നിൻ്റെ പാതയിൽ പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ഇത്. കാരണം കർത്താവ് ആദ്യമേ രോഗസൗഖ്യമൊക്കെ നടത്തി പോയിക്കൊണ്ടിരുന്നപ്പോൾ 1000-ങ്ങൾ 10,000-ങ്ങൾ കർത്താവിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരുന്നു. ഒരു വീട്ടിൽ കയറി കർത്താവ് ഇരിക്കുമ്പോൾ ഒരു പക്ഷപാതക്കാരനെ കൊണ്ടുവരാൻ പോലും കഴിവില്ലാതെ വാതിൽ തള്ളി ആളുകളായിരുന്നു. അവർ മേൽക്കൂര മാറ്റിയിട്ട് ആളിനെ ഇറക്കണമായിരുന്നു. അത്ര ആയിരുന്നു. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ കർത്താവ് ആഴമായി വചനം പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവരെല്ലാം അവനെ വിട്ടുപോയി. എല്ലാവരും അവനെ വിട്ടുപോയി. ഒടുവിൽ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കും എന്നെ വിട്ടുപോയിക്കോളൂ. അപ്പോൾ അവർ പറഞ്ഞു, ജീവൻ്റെ വചനം നിൻ്റെ അടുക്കലുണ്ട്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും? അപ്പോൾ ആ കാര്യം ഓർത്തു ആ ചാക്കോ സഹോദരൻ എഴുതി, അദ്ദേഹത്തിനോട് എനിക്ക് അല്പം പോലും കയ്പുമില്ല, സ്നേഹമല്ലാതെ. അദ്ദേഹം സത്യമായി എഴുതിയത്. അദ്ദേഹം എഴുതിയതിൻ്റെ ഉദ്ദേശം വേറെയാണെങ്കിലും എനിക്കത് സത്യമായിട്ട് അനുഭവപ്പെട്ടു. എനിക്കതിന് സന്തോഷമായി. എന്തുകൊണ്ട് സന്തോഷം? കർത്താവെ, നിൻ്റെ പാതയിലായിരിക്കാൻ എനിക്ക് കൃപ തന്നല്ലോ. അതുകൊണ്ട് ഈ ആഴമായ വചനത്തിൻ്റെ പിന്നാലെ പോകുവാൻ വളരെ പേരില്ല. കർത്താവ് പറഞ്ഞു, വലിയ വിസ്താരമായ വാതിൽ കൂടെ ഒരുപാട് പേര് പോകുന്നുണ്ട്. ഇടുക്കവും ഞെരുക്കവുമുള്ള വാതിൽ തിരഞ്ഞെടുക്കുന്നവർ ചുരുക്കം ചിലരത്രേ. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചപ്പോൾ ഞാൻ ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയിൽ കൂടെയാണ്. അല്ല, രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും പരിശുദ്ധാത്മാവ് പ്രാപിച്ചതും ഇടുക്കവും ഞെരുക്കവുമുള്ള വഴി തിരഞ്ഞെടുക്കാനാണ്. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുകയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചുകൊണ്ട് ഞാൻ ഇടുക്കവും ഞെരുക്കമുള്ള വഴിയിലാണെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി. രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും പരിശുദ്ധാത്മാവ് പ്രാപിച്ചതെല്ലാം ഇടുക്കവും ഞെരുക്കവുമുള്ള വഴി തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ്. കർത്താവിന് സ്തോത്രം.
അതുകൊണ്ട് ഞാൻ വചനത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ആഴമായി ചിന്തിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇന്ന് വന്നവർ നാളെ വന്നില്ലെങ്കിൽ 2 പേര് വന്നാലും ഞാൻ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കും. 2 പോയിട്ട് ഒരാളെ ഉള്ളെങ്കിലും വചനം പഠിപ്പിക്കും. കർത്താവിന് സ്തോത്രം. കാരണം എല്ലാവർക്കും ഇത് ദഹിക്കുകയില്ല, എല്ലാവർക്കും ഇത് ഇഷ്ടമാകയില്ല. ഇവിടെ നാം വായിക്കുമ്പോൾ ആ രഹസ്യത്തെക്കുറിച്ച് പറയുമ്പോൾ 1 കൊരിന്ത്യർ 2:6 മുതൽ നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, എല്ലാവർക്കും ഇത് ഗ്രഹിപ്പാൻ കഴിയുകയില്ല. അതിൻ്റെ 1 കൊരിന്ത്യർ 2:13 മുതൽ വായിച്ചാട്ട്. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകന്മായത് തെളിയിക്കുന്നു. ആത്മീകന്മാർക്ക് അഥവാ ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. അതിൻ്റെ 14-ാം വാക്യം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ആത്മീകമായി ഗ്രഹിക്കേണ്ടതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, ഇന്നലെ വൈകിട്ട് സംസാരിച്ചതുപോലെ, ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യരോടി നടക്കുകയാണ്. അവരുടെ ആത്മാവിൻ്റെയും പ്രാണൻ്റെയും ആവശ്യങ്ങൾ എന്താണ് എന്ന് അവർ ചിന്തിക്കുന്നില്ല. ഈ ജനങ്ങളുടെ ആവശ്യമറിഞ്ഞ് കർത്താവിൻ്റെ ദാസന്മാർ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ യോഗങ്ങൾ നടത്തുന്നിടത്തെല്ലാം കർത്താവ് അത്ഭുതങ്ങൾ നടത്തുന്നുണ്ട്. അത്ഭുതങ്ങൾ നടത്തി ദൈവം വചനത്തെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത്ഭുതങ്ങൾ കാണിക്കാൻ ഞങ്ങൾ ഒരു യോഗവും നടത്താറില്ല. എങ്ങും ഒരു യോഗം പോലും അത്ഭുതങ്ങൾക്ക് വേണ്ടി നടത്താറില്ല. എന്നാൽ പ്രസംഗിക്കുന്ന എല്ലാ സ്ഥലത്തും, യോഗങ്ങൾ നടത്തുന്ന എല്ലാ സ്ഥലത്തും കർത്താവ് കൂടെ ഇരുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് വചനത്തെ ഉറപ്പിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം എടുത്താട്ടെ. ആദ്യമകാലത്തും കർത്താവ് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം ഒടുവിലത്തെ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. മർക്കോസ് 16-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. അവരോട് നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. പ്രാസംഗികൻ്റെ അഭിഷേകമല്ല വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പ്രാസംഗികൻ്റെ മേൽ അല്ലെങ്കിൽ രോഗശാന്തി നടത്തുന്ന ആളിൻ്റെ മേൽ എത്രമാത്രം കൃപാവരമുണ്ടെന്നല്ല വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. രോഗങ്ങൾ സൗഖ്യമാക്കി വചനത്തെ ഉറപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവജനമേ, ദൈവത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിപ്പാൻ നമ്മൾക്കൊരാഗ്രഹമുണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ ആഴങ്ങൾ, ആ ദൈവത്തിൻ്റെ ആഴങ്ങളിൽ ഉൾപ്പെടുന്നതാണ് തൻ്റെ അനാദി നിർണയപ്രകാരം തൻ്റെ കുടുംബത്തിൻ്റെ അംഗങ്ങളായി നമ്മളെ അവൻ നേരത്തെ കണ്ടിരിക്കുന്നു. ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചിരിക്കുന്നു. യെരമ്യാവിനെക്കുറിച്ച് പറയുമ്പോൾ യെരമ്യാവിൻ്റെ പുസ്തകം 1:5 വായിച്ചാട്ട്. യെരമ്യാവ് 1:5. ജെരമ്യ ചാപ്റ്റർ 1:5. യെരമ്യാവിനെക്കുറിച്ച് പറയുമ്പോൾ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഗർഭപാത്രത്തിന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. കർത്താവിന് സ്തോത്രം. ഇന്നലെ ഉച്ച കഴിഞ്ഞ ഒരു പ്രിയ സഹോദരൻ എൻ്റെ മുറിയിൽ വന്നു. ഹിന്ദു ബ്രാഹ്മണ കുടുംബത്തിൽ വന്ന് ശങ്കർ എന്ന് പറഞ്ഞ ഒരു പ്രിയ സഹോദരനാണ്. അദ്ദേഹം 1-2 കാര്യങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ
എനിക്ക് ആത്മാവിൽ മനസ്സിലായി, ഈ സഹോദരനെ ദൈവം നേരത്തെ മുൻനിർണയിച്ചതാണ്. തനിക്ക് അനേക രോഗങ്ങൾ അല്ലെ മാനസികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അപ്പോൾ എൻ്റെ യെരമ്യാവിൻ്റെ കാര്യമാണ് എൻ്റെ ഓർമ്മയിൽ വന്നത്. അദ്ദേഹം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യെരമ്യാവിൻ്റെ കാര്യം, അദ്ദേഹത്തിൻ്റെ പിതാവ് ഇവിടുത്തെ ആൾ തന്നെയാണ്. അദ്ദേഹം ഇവിടുത്തെ ഒരു റിട്ടയേർഡ് പ്രൊഫസറൊക്കെയാണ്. ഈ ശങ്കർ എന്ന സഹോദരൻ പലവിധ പ്രയാസങ്ങൾ അങ്ങനെ പോവുകയാണ്. ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടത്, തൻ്റെ വിളിയെക്കുറിച്ച് തനിക്ക് പൂർണ്ണമായ ഉറപ്പില്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്ന വാക്യം യെരമ്യാ 1:5 വാക്യമാണ് വന്നത്. ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ. യെരമ്യാ 1:5. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ. ഇന്നലെ ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രിയപ്പെട്ട സഹോദരി, ഞാൻ ഇവിടേക്ക് വരുമ്പോൾ ആ സഹോദരി വളരെ ബന്ധപ്പെട്ട സ്റ്റെപ്പ് കയറുന്നത് കണ്ടു. 2 വടിയുടെ സ്റ്റിക്കിൻ്റെ സഹായത്താലാണ് സ്റ്റെപ്പ് കയറുന്നത് കണ്ടത്. അത് കഴിഞ്ഞ് ഒടുവിൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ആ സഹോദരിയെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്താ സന്തോഷം തോന്നിയത്? ഈ അനുഭവത്തിലിരുന്ന് അനേകർക്ക് സാക്ഷികളാകുവാൻ ദൈവം ആ സഹോദരിക്ക് കൃപ നൽകും എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, ഇങ്ങനെയുള്ള അനുഭവത്തിലിരുന്ന് സാക്ഷി പറയുന്നത് ദൈവത്തിൻ്റെ ഓരോരുത്തർക്ക് വേണ്ടിയും ദൈവം ഒരുക്കിയിരിക്കുന്ന പ്ലാനുകളാണ്. അത് എത്ര മനോഹരമാണ്. ഞാൻ ഹൈദരാബാദിൽ യോഗം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി, 22 വയസ്സുള്ള ഒരു പെൺകുട്ടി, കൂനിയാണ്. അവരുടെ നെഞ്ചും വരുന്നതുകൊണ്ട് പുറകിൽ വന്നുകൊണ്ട് കുനിഞ്ഞാണ് നടക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അപ്പോൾ എന്നോട് ആദ്യമേ ഞാൻ പ്രാർത്ഥിക്കുന്ന കൈവയ്ക്കുന്നതിന് മുമ്പേ പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ സൗഖ്യത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, ഞാൻ ഇതേ നിലയിലിരുന്ന് മറ്റുള്ളവരോട്, കോളേജിലുള്ളവരോട് സാക്ഷി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതിന് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആ സഹോദരിയുടെ സാക്ഷ്യം കേട്ടപ്പോൾ, എൻ്റെ ആഗ്രഹം കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് 8-9 മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ ഹൈദരാബാദിൽ യോഗം വന്ന് പറഞ്ഞു, 22 പേര് ഞങ്ങളുടെ കോളേജിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാനിടയായി. കർത്താവിന് കൃപ തന്നു. ഞാൻ ഇങ്ങനെ കൂനിയായിരുന്ന് സാക്ഷി പറയുന്നത് കൊണ്ട്. അപ്പോൾ നമ്മൾക്കിന്ന് വന്ന് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ പ്ലാനിനനുസരിച്ച് മാത്രമാണ് നടക്കുന്നത്. ഒന്നും ദൈവത്തിൻ്റെ പ്ലാനിന് തെറ്റിയല്ല. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള ഭാരം ഒരുപാടങ്ങ് മാറും. ഞങ്ങളുടെ അവിടെ ഡൽഹിയിൽ ഒരു സഹോദരനുണ്ട്, നാരായണൻ എന്നാണ്. കഴിഞ്ഞ 12-14 വർഷമായി ബെഡിൽ കിടക്കുകയാണ്. അദ്ദേഹം കുനിഞ്ഞവനായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കുനിവെല്ലാം മാറി ഇതായി. എന്നാൽ ഇപ്പോൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുകയില്ല. ആ ബെഡിൽ കിടന്നുകൊണ്ട്, അവിടെ ഒരു സഭയുണ്ട്, ആ ബെഡിൽ കിടന്നുകൊണ്ടാണ് താൻ പ്രസംഗിക്കുന്നത്. എത്രമാത്രം ദൈവമക്കൾ താല്പര്യത്തോടെ സൗഖ്യത്തോടെ മുൻപോട്ട് വരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഇന്ന് കേരളത്തിൽ സൗഖ്യത്തിൻ്റെ പുറകെയുള്ള ഓട്ടമാണ്, വിടുതലിൻ്റെ പുറകെയുള്ള ഓട്ടമാണ്. എല്ലാവർക്കും വിടുതൽ മതി. അപ്പോൾ അതിൽ നിന്ന് എല്ലാവരുടെയും മനസ്സിലായിരിക്കുന്ന സാത്താൻ എല്ലാവരെയും പിടിച്ചു വച്ചിരിക്കുകയാണ്. ദൈവത്തിന് ബലമില്ല ഈ ദൈവമക്കളെ സൂക്ഷിക്കാൻ. അതുകൊണ്ട് സാത്താൻ പിടിച്ചു വച്ചിരിക്കുക. അതുകൊണ്ട് ഈ വിടുതലുകാർ വന്ന് അവരുടെ മന്ത്രം ഓതി കഴിയുമ്പോൾ ഇവരെല്ലാം വിടുതൽ പ്രാപിച്ച് അങ്ങ് പോകും. ഇതെല്ലാം വചനവിരുദ്ധമാണ്. ദൈവവചനത്തിന് അനുസരണമായിട്ടുള്ള മുഴുവനും വചനവിരുദ്ധമാണ്. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾക്ക് വിടുതലല്ല വേണ്ടിയത്, കൃപയാണ് വേണ്ടിയത്. ദൈവകൃപ നമ്മളെ നടത്തുന്നതായ ഓരോ പാദങ്ങൾ, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ തലമുടി പോലും അവൻ എണ്ണിയിരിക്കുന്നു എങ്കിൽ നമ്മൾക്കിന്ന് വേണ്ടത് വിടുതലല്ല. കർത്താവേ, നീ നടത്തുന്ന പാത എനിക്കല്പം വിഷമകരമാണ്, സഹിപ്പാൻ കൃപ തരണമേ.
സഹിപ്പാൻ കൃപ തരണമേ. വിടുതലല്ല ഇന്ന് വേണ്ടിയത്, വിടുതൽ സാത്താൻ കൊണ്ടുവന്ന ഉപദേശമാണ് ദൈവസഭയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അഭിഷേകം പ്രാപിച്ച എന്ന് പറയുന്ന അനേകരെ വിടുതൽ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് ദൈവവചനത്തിന് അനുസരണമായിട്ടല്ലവേ അല്ല. കാരണം റോമാലേഖനം 8:28 മുതൽ ഒന്ന് വായിച്ചാട്ടെ. റോമാലേഖനം 8:28 മുതൽ വായിച്ചാൽ. റോമർ 8:28 മുതൽ 30 വരെ വായിച്ചാൽ. എന്നാൽ റോമൻസ് 8:28-30. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മുൻനിർണയം എന്ന് പറഞ്ഞാൽ ഈ ദൈവം എല്ലാവരും ഇങ്ങനെ ആകണം എന്ന് നേരത്തെ തീരുമാനിച്ചു വച്ചിരിക്കുകയല്ല. തൻ്റെ സർവജ്ഞാനത്താൽ ദൈവത്തിനറിയാം ഇത്രയും പേര്, പാലായിലുള്ള ഇത്രയും പേരിൽ ഇന്നത്തെ യോഗത്തിന് ഇത്ര പേരെ വരുമെന്നുള്ളത് ദൈവത്തിനറിയാം. നേരത്തെ എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവത്തിൻ്റെ മുൻനിർണയപ്രകാരം ദൈവത്തിനറിയാം. അങ്ങനെയാണ് നമ്മുടെ വിളി വന്നിരിക്കുന്നത്. ഞാൻ ആ പ്രിയ സഹോദരി, നടക്കാൻ കഴിവില്ലാത്ത സഹോദരി ഇപ്പോഴും വടി പിടിച്ചിവിടെ വന്നു. അത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടായി. ആ സഹോദരി വന്നതിൻ്റെ ഇതല്ല, ഇത്രയും പ്രയാസമുണ്ടായിണക്കേയും നടക്കാൻ പ്രയാസമുണ്ടായിണക്കേയും വീട്ടിലിരിക്കുന്നതിന് പകരം വരണമെന്നുള്ള ആഗ്രഹം ആത്മാവിനാലാണ് ഉണ്ടായിരിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ. അല്ലെങ്കിൽ മറ്റുള്ളവർ വിചാരിക്കും അവിടെ എവിടെ സൗഖ്യം കൊടുക്കുന്നു അവിടെ പോയി എന്ന് 2 ചാടി ഒന്ന് സൗഖ്യം പ്രാപിച്ചു വന്നു പോയാൽ മതിയെന്ന് ചിന്തിച്ചു പോകും. പ്രിയമുള്ളവരെ, നമ്മുടെ തലയിലെ തലമുടി പോലും ദൈവം എണ്ണിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പുറകെ പോകാതെ വചനത്തിനനുസരണമായി പോയാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിപ്പാനിടയാവും, സന്തോഷിപ്പാനിടയാവും. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതികൂലങ്ങളും നിങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമാകും. ഞാൻ 16 പ്രാവശ്യം ക്രൂരമായി മർദ്ദനം സഹിച്ചവനാണ്, 1-2 പ്രാവശ്യമല്ല. ഈ ചെറിയ അടി എത്ര കൊണ്ടെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. കാരണം മാർക്കറ്റിലൊക്കെ നിന്ന് പ്രസംഗിക്കുകയും തൊഴിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യും, തള്ളുകയൊക്കെ ചെയ്യും. അതൊന്നും ഞാൻ കണക്കാക്കിയിട്ടില്ല. എന്നാൽ കാര്യമായി അടിച്ചിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. കാര്യമായി അടിച്ച് താഴെ ഇട്ടതും ബോധമില്ലാതാക്കിയതൊക്കെ അത് കണക്ക് കൂട്ടിയിട്ടാണ് പറയുന്നത്. എത്ര രാജ്യം, ചൈനയിലും ഫിലിപ്പീൻസിലും അതുപോലെ നേപ്പാളിലും അമേരിക്കയിൽ പോലും പ്രസംഗിച്ചപ്പോൾ 3 പ്രാവശ്യം അറസ്റ്റ് ചെയ്തു. അമേരിക്കയിലും നിങ്ങൾക്കത് അത്ഭുതമെന്ന് തോന്നിപ്പോവും. ഇതെല്ലാം സംഭവങ്ങളെല്ലാം നേരിടുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. എത്ര നിന്നപ്പേരുകൾ എനിക്ക് ലഭിക്കാനിടയായി. അതെല്ലാം നന്മയ്ക്കായി മാത്രം. ആ പ്രിയ സഹോദരിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി, അറിവിന് വേണ്ടി ഞാൻ പറയുന്നു, സഹോദരിയുടെ കാല് മുറിച്ച് മാറ്റപ്പെട്ടത് നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ദൈവം തിന്മയായിട്ടൊന്നും നമ്മൾക്ക് ചെയ്യുന്നില്ല. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സകലതും, മുൻനിർണയമായി വിളിക്കപ്പെട്ടവർക്ക് സംഭവിക്കുന്ന സകലതും നന്മയ്ക്കായി മാത്രം കൂടി വ്യാപരിക്കുന്നു. അതുകൊണ്ട് ഈ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഭാരമെല്ലാം അങ്ങ് മാറിപ്പോകും. പിതാവിനറിയാമല്ലോ, പണം കയ്യിലില്ലാതാകുമ്പോൾ പിതാവിനറിയാമല്ലോ, രോഗം കൂടുമ്പോൾ പിതാവിനറിയാമല്ലോ, മറ്റുള്ളവർ നിന്ദിക്കുമ്പോൾ പിതാവിനറിയാമല്ലോ, ഭാര്യ എതിരായി പ്രവർത്തിക്കുമ്പോൾ പിതാവിനറിയാമല്ലോ, ഭർത്താവ് എതിരായി പ്രവർത്തിക്കുമ്പോൾ എൻ്റെ പിതാവിനറിയാമല്ലോ എന്നുള്ള നിലയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാരമെല്ലാം അങ്ങ് മാറി എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കാനിടയാവും.
ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഭാരവും വഹിച്ച് പോവുകയല്ല, വിടുതലുകാരുടെ അടുക്കൽ ചെന്നിട്ട് ഭാരം മാറ്റുന്നതല്ല. ഓരോരുത്തർ അവരവരുടെ ക്രൂശ് എടുത്തുകൊണ്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന നദിയിൽ സന്തോഷിച്ചുകൊണ്ട്, എപ്പോഴും സന്തോഷിച്ചുകൊണ്ട് പോകുന്നതാണ് ക്രിസ്തീയ ജീവിതം.